ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ് അക്കാഡമിയുടെ പുതിയൊരു +1 ഇംഗ്ലീഷ് വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് സോ മച്ച് ഹാപ്പിനെസ് എന്നുള്ള നവോമി ഷിയാബ്നിയുടെ ഒരു പോമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ആദ്യത്തെ യൂണിറ്റിൽ ദ മിറർ വിതിൻ എന്നുള്ള യൂണിറ്റിൽ വരുന്ന ആദ്യത്തെ പോമാണ് സോ മച്ച് ഹാപ്പിനെസ്. ഓക്കെ, സോ ആക്ച്വലി വാട്ട് മേക്സ് യു ഹാപ്പി ഇൻ യർ ലൈഫ്? അല്ലെ, നമ്മുടെ ലൈഫിൽ നമ്മളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അത് പലരുടെ കാര്യത്തിലും പല കാര്യങ്ങളായിരിക്കും അല്ലെ, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. പലർക്കും പല കാര്യങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ സന്തോഷിപ്പിക്കുന്നത്. അപ്പം ഈ ഒരു ഹാപ്പിനെസ് എന്നുള്ള കോൺസെപ്റ്റ് അതെങ്ങനെയാണ് നവോമി ഷിയാബ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. Okay, so let us start without any delay and I am here, Shweta, along with you. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ് us start with the author's details. നവോമി ഷിയാബ്നി. സോ നവോമി ഷിയാബ്നി ഒരു പലസ്തീനിയൻ അമേരിക്കൻ പോയറ്റാണ്. അവരൊരു എസ്സേയിസ്റ്റ് ആണ്, എഡ്യൂക്കേറ്റർ ആണ്, ചിൽഡ്രൻസ് റൈറ്റർ ആണ്. ഓക്കെ, ആൻഡ് ഹർ വർക്ക്സ് റിഫ്ലെക്ട്സ് ഹർ അപ്ബ്രിങ്ങിങ് ആൻഡ് എക്സ്പീരിയൻസസ് ആസ് എൻ അറബ് അമേരിക്കൻ. ഒരു അറബ് അമേരിക്കൻ റൈറ്റർ എന്നുള്ള രീതിക്ക് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസ് അതൊക്കെ അവരുടെ റൈറ്റിംഗ്സിൽ നമുക്ക് റിഫ്ലക്ട് ചെയ്ത് കാണാം. ആൻഡ് ഹർ പോയട്രി ഈസ് നോൺ ഫോർ ഫൈൻഡിങ് ഡീപ്പ് മീനിങ് ഇൻ എവറി ഡേ ഓർഡിനറി തിങ്സ്. നമ്മൾ സാധാരണ കാണുന്ന ഓർഡിനറി ആയിട്ടുള്ള വസ്തുക്കളിൽ അതിലും ഉപരിയായിട്ടുള്ള ഒരു സൂപ്പർഫിഷ്യലി നമ്മൾ കാണുന്നത് മാത്രമല്ലാത്ത അതിലും ഉപരിയായിട്ടുള്ള മീനിങ്സ് ഉണ്ട് എന്ന ഐഡിയ നമുക്ക് തരുന്ന പോംസ് ആണ് നവോമിയുടേത്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി എ കപ്പ് ഓഫ് ടീ, എ ഡസ്റ്റി ഫ്ലോർ, എ റൈപ്പ് പീച്ച്. ഓക്കെ, അങ്ങനെ വളരെ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും വളരെ ഡീപ്പായിട്ടുള്ള മീനിങ്സ് അവർക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അത് വായനക്കാരിലോട്ട് പകരാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു സ്റ്റൈലിന്റെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന സോ മച്ച് ഹാപ്പിനെസ് എന്നുള്ള പോം. ഓക്കെ, ഇനി നമുക്ക് നവോമിയെ കുറിച്ച് മറ്റു ചില കാര്യങ്ങൾ നോക്കാം. ഷീ ഈസ് എൻ അവാർഡ് വിന്നർ. ഓക്കെ, NSK ന്യൂസാത്ത് അവാർഡ് ഫോർ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ 2013 അവർക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം കുട്ടികൾക്ക് വേണ്ടിയുള്ള പല ബുക്സും അവർ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു റെക്കഗ്നേഷൻ എന്നുള്ള രീതിക്കാണ് ഈ ഒരു ഇന്റർനാഷണലി ക്ലെയിംഡ് ആയിട്ടുള്ള ഈ ഒരു പ്രൈസ് അവരെ തേടിയെത്തുന്നത്. അതുപോലെ തന്നെ ഒറ്റൊരു വിഭാഗം കവിതകൾ മാത്രമല്ല നവോമി എഴുതുന്നത്. ഓക്കെ, ഷീ റൈറ്റ്സ് പോയട്രി, ചിൽഡ്രൻസ് ബുക്സ്, എസ്സേസ്, യങ് അഡൽട്ട് ഫിക്ഷൻ, ഇങ്ങനെ നിരവധി ഓണേഴ്സിൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വെൻ വി സ്പീക്ക് അബൌട്ട് ഹർ ഹെറിറ്റേജ് വി നീഡ് ടു സേ, ആസ് വി ഓൾറെഡി സെഡ്, ഷീ ഈസ് എ പലസ്തീനിയൻ അമേരിക്കൻ. അല്ലെ, പലസ്തീനിയൻ അമേരിക്കൻ ബാക്ക്ഗ്രൗണ്ട് ആണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ വർക്ക്സിൽ നമുക്ക് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ കൾച്ചറിന്റെ ബ്ലെൻഡ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അവരുടെ എക്സ്പീരിയൻസസിൽ നിന്നാണ്, ലൈഫ് എക്സ്പീരിയൻസസിൽ നിന്നാണ് അവർ എഴുതുന്നത് എന്നുള്ളതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, നൗ ലെറ്റ് us മൂവ് ഓൺ ടു ദ പോം. പോമിലോട്ട് കടക്കുന്നതിന് മുന്നായിട്ട് വി നീഡ് ടു നോ ദ സെൻട്രൽ ഐഡിയ ഓഫ് ദിസ് പോം. അല്ലെ, ഈ പോം എന്തിനെ കുറിച്ചുള്ളതാണ് എന്നുള്ളത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. സോ ദ പോം എക്സ്പ്ലോർസ് എ പാരഡോക്സ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇത് ഒരു പാരഡോക്സ് ആണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. പാരഡോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംതിങ് ദാറ്റ് സീംസ് കോൺട്രഡിക്ടറി ബട്ട് ഇറ്റ്സ് ട്രൂ. അല്ലെ, നമുക്ക് കാണുന്ന സമയത്ത് കോൺട്രഡിക്ടറി ആണ്, ഓപ്പോസിറ്റ് ആണ് എന്ന് തോന്നുന്ന ഒരു കാര്യം. ഓക്കെ, പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് വി കൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഇസ് ട്രൂ. അപ്പൊ അങ്ങനെയുള്ള ഒന്നിനെയാണ് നമ്മൾ പാരഡോക്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ ഒരു പോമിൽ ഡിസ്കസ് ചെയ്യുന്ന പാരഡോക്സ് എന്താണ്? സി, സാഡ്നെസ് ഇസ് ഈസിയർ ടു ഹാൻഡിൽ ദാൻ ഹാപ്പിനെസ് ബിക്കോസ് സാഡ്നെസ് ഗിവ്സ് us something to hold on to, but happiness is so free and overflowing that we cannot contain it. It simply pours out to us into the world. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്ന ഈ ഒരു പാരഡോക്സ് അതിന് നമുക്ക് 3 തീംസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഒന്നാമത്തേത് ഫ്രീഡം ഓഫ് ജോയ് ആണ്. ഓക്കെ, അപ്പൊ ഹാപ്പിനെസ് നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല, നമുക്കൊരിക്കലും ഓൺ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, നമുക്കത് നമ്മുടേതായിട്ട് മാറ്റി വെക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ഓക്കെ, മറിച്ച് ഇറ്റ് ഫ്ലോട്ട്സ് ഫ്രീലി. ഓക്കെ, വളരെ ഫ്രീ ആയിട്ട് ഫ്ലോട്ട് ചെയ്യുന്ന ഒന്നാണ്. Okay, ini beauty in ordinary. This poem actually connects the concept of viewing beauty in ordinary. Ordinary ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും ബ്യൂട്ടി കണ്ടെത്തുക എന്നുള്ള കോൺസെപ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന പോമാണിത്.
ഓക്കെ, സോ ട്രൂ ഹാപ്പിനെസ് മേക്സ് ഈവൻ ഇംപെർഫെക്റ്റ് എവറിഡേ തിങ്സ് ലവബിൾ എന്നുള്ളതാണ് ഈ ഒരു പോമില് മെയിൻ ആയിട്ട് പറയുന്നത്. അതായത് വളരെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മൾ സാധാരണയായിട്ട് എവറിഡേ ലൈഫിൽ കാണുന്ന തിങ്സ് അല്ലെ, അവയൊക്കെ ലവബിൾ ആക്കി മാറ്റാനായിട്ട് ഹാപ്പിനെസ്സിന് സാധിക്കും. ട്രൂ ഹാപ്പിനെസ്സിന്, ജെന്വിൻ ആയിട്ടുള്ള ഹാപ്പിനെസ്സിന് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ വളരെ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ കാണുന്നതൊക്കെ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ളതായിട്ട് ഫീൽ ചെയ്യും അല്ലെ. അപ്പൊ അതിനെയാണ് പറയുന്നത് ബ്യൂട്ടി ഇൻ ഓർഡിനറി. അതുപോലെ ദിസ് പോം ഇസ് ഓൾസോ സ്പീക്കിംഗ് അബൌട്ട് സെൽഫ്ലെസ് ഷെയറിംഗ്. ഓക്കെ, അപ്പൊ ഈ ഹയസ്റ്റ് ഫോം ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ലെറ്റിംഗ് ഇറ്റ് ഓവർഫ്ലോ ഇൻ ടു അതേഴ്സ്. ഓക്കെ, നമ്മൾ സന്തോഷം മറ്റുള്ളവരിലേക്ക് കൂടി പകരുമ്പോഴാണ് അല്ലെ ആ ഹാപ്പിനെസ് എന്തായിട്ട് മാറുന്നത്, അതിന്റെ ഹയസ്റ്റ് ഫോമിലോട്ട് മാറ്റുന്നത്. ഓക്കെ, ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഹാപ്പിനെസ് നമുക്ക് എപ്പോഴാണ് ഫീൽ ചെയ്യുക? അത് നമ്മളിൽ നിന്ന് മറ്റൊരാൾക്ക് സന്തോഷം പടരുന്നു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവുമ്പോഴാണ് അല്ലെ. അപ്പൊ ഈ 3 കോൺസെപ്റ്റ്സ് ആണ് ശരിക്കും ഈ ഒരു പോമിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണാനായിട്ട് പറ്റുന്നത്. ഫ്രീഡം ഓഫ് ജോയ്, ബ്യൂട്ടി ഇൻ ഓർഡിനറി ആൻഡ് സെൽഫ്ലെസ് ഷെയറിംഗ്. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് നേരെ പോമിലോട്ട് പോവാം. ആദ്യത്തെ 5 ലൈൻസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്കതൊന്ന് വായിക്കാം. സി, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു നോ വാട്ട് ടു ഡു വിത്ത് സോ മച്ച് ഹാപ്പിനെസ്. With sadness, there is something to rub against, a wound to tend with lotion and cloth. When the world falls in around you, you have pieces to pick up, something to hold into your hands like ticket stubs or change. ഓക്കെ, ഇതാണ് ആദ്യത്തെ 5 ലൈൻസ് ആയിട്ട് വരുന്നത്. ഇതിൽ ഡിഫിക്കൾട്ട് ആയിട്ടുള്ള വേർഡ്സ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ ആദ്യം വരുന്ന വാക്ക് ടെൻഡ് എന്നുള്ളതാണ്. ടെൻഡ് എന്താണ്? ടെൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് മീൻസ് ടു ടേക്ക് കെയർ ഓഫ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു വൂണ്ടിന്റെ കാര്യമാണ് പറയുന്നത് അല്ലെ. വൂണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഞ്ചുറി ആണ് അല്ലെ. അപ്പൊ ഇവിടെ വൂണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാഡ്നെസ്സിന് ഒരു മെറ്റഫർ എന്നുള്ള രീതിക്കാണ് വൂണ്ട് വരുന്നത്. അപ്പൊ നമുക്കൊരു മുറിവ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമുക്ക് ലോഷൻ യൂസ് ചെയ്തും ക്ലോത്ത് യൂസ് ചെയ്തും ഒക്കെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ, ശുശ്രൂഷിക്കാനായിട്ട് സാധിക്കും. isn't it? അതാണ് അവിടെ പറയുന്നത്. സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു നോ വാട്ട് ടു ഡു വിത്ത് സോ മച്ച് ഹാപ്പിനെസ് എന്നാണ് പറയുന്നത് അല്ലെ. ടു മച്ച് ഹാപ്പിനെസ് കൺഫ്യൂസസ് അസ് അല്ലെ. ഒരുപാട് ഹാപ്പിനെസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി കൺഫ്യൂസ്ഡ് ആവുകയാണ് ചെയ്യുന്നത് അല്ലെ. നമുക്ക് അറിയുന്നില്ല ഈ ഹാപ്പിനെസ് വെച്ച് നമ്മൾ എന്താ ചെയ്യണ്ടേ അല്ലെ. വി ഡു നോട്ട് നോ വാട്ട് ടു ഡു വിത്ത് ഇറ്റ്. പക്ഷെ സാഡ്നെസിന്റെ കാര്യം അങ്ങനെയല്ല എന്നാണ് ഇവിടെ നവോമി പറയുന്നത്. See, with sadness there is something to rub against അല്ലെ. rub against എന്ന് പറഞ്ഞാൽ എന്താണ്? to struggle against something real and solid അല്ലെ. അപ്പൊ നമുക്ക് സാഡ്നെസ് വരുന്ന സമയത്ത് നമുക്ക് അതിന്റെ കോസ് എന്താണെന്ന് അറിയാനായിട്ട് പറ്റും അല്ലെ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്തിനെതിരായിട്ടാണ് സ്ട്രഗിൾ ചെയ്യണ്ടേ ഈ ഒരു സാഡ്നെസ് ഓവർകം ചെയ്യാനായിട്ട് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിനെ കമ്പയർ ചെയ്യാനായിട്ടാണ് ഇവിടെ വൂണ്ട് ടു ടെൻഡ് വിത്ത് ലോഷൻ ആൻഡ് ക്ലോത്ത് ആ ഒരു കമ്പാരിസൺ വരുന്നത്. ഓക്കെ, സോ ഒരു മുറിവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സമയത്ത് അത് മാറ്റുന്നതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അല്ലെ. നമ്മൾ അതെങ്ങനെ ടേക്ക് കെയർ ചെയ്യും? വിത്ത് ലോഷൻ ആൻഡ് ക്ലോത്ത്. പക്ഷെ ഒരുപാട് ഹാപ്പിനെസ് ഉണ്ടാവുന്ന സമയത്ത് വി ആർ കൺഫ്യൂസ്ഡ്. ഓക്കെ, വി ഡു നോട്ട് നോ ലൈക്ക് വാട്ട് ടു ഡു വിത്ത് ഇറ്റ് എന്നാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. ഓക്കെ, റൈറ്റ്. Now, when the world falls in around you, you have pieces to pick up, something to hold in your hands like ticket stubs or change. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? വെൻ ലൈഫ് ഫോൾസ് അപ്പാർട്ട് അല്ലെ, നമ്മുടെ ലൈഫിൽ പല ബുദ്ധിമുട്ടുകളും ഡിഫിക്കൽട്ടീസും ഒക്കെ വരുന്ന സമയത്ത് വി ഹാവ് ബ്രോക്കൺ പീസസ് ടു ഹോൾഡ് അല്ലെ. അതായത് ആ നഷ്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും. isn't it? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യേണ്ടത് എന്നുള്ളൊരു ധാരണ ഉണ്ടാവും അല്ലെ. സോ അതിന് ഒരു കമ്പാരിസൺ എന്നുള്ള രീതിക്ക് എന്താണ് ഇവിടെ പറയുന്നത്? സ്മോൾ ഒബ്ജെക്ട്സ് ലൈക്ക് ഓൾഡ് ടിക്കറ്റ്സ് ഓർ കോയിൻ ഗിവ് ഗ്രീഫ് എ ഷേപ്പ് അല്ലെ. അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരാളെ നഷ്ടപ്പെടുന്ന സമയത്ത് think of how after losing someone we hold on to small objects അല്ലെ. ഒരാളെ നമുക്ക് നഷ്ടപ്പെടുമ്പം അവരുടെ ചിലപ്പോൾ ഒരു ഓൾഡ് ഫോട്ടോഗ്രാഫ് നമ്മുടെ കയ്യിലുണ്ടാവും, അവരെഴുതിയ ഒരു ലെറ്റർ ചിലപ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവും അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ആ ഒരു വ്യക്തിയുമായിട്ട് നടത്തിയ ഒരു ജേർണി അതിന്റെ ബാക്കിയായിട്ട് വന്ന ഒരു ടിക്കറ്റ് ചിലപ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോ all these tangible things give grief a shape. അപ്പൊ ഈ പറയുന്ന ഓർമ്മകൾ അല്ലെ, മെമ്മറീസ്, ഈ പറയുന്ന സ്മോൾ ബ്രോക്കൺ പീസസ് അല്ലെ, ദാറ്റ് ആക്ച്വലി ഗിവ് us like a shape or something to hold on
ഓക്കെ, ടു ഓവർകം സാഡ്നെസ് എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ ഹാപ്പിനെസ്സിന് അങ്ങനെ ഒരു ഷേപ്പ് ഇല്ല. ഓക്കെ, ഹാപ്പിനെസ് ഹാസ് നോ സച്ച് ഷേപ്പ്, ഇറ്റ് ഈസ് ഫോംലെസ് ആൻഡ് ഫ്രീ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അല്ലെ, നമുക്ക് ചിലപ്പം ഒരാളെ നഷ്ടപ്പെടുന്നു നമ്മുടെ ലൈഫിൽ നിന്ന്, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവരെ ഓർക്കാനായിട്ട് നമ്മുടെ കയ്യിൽ അല്ലെ പലതരത്തിലുള്ള സ്മോൾ പീസസ്, ബ്രോക്കൺ പീസസ് അബൌട്ട് ദെയർ മെമ്മറീസ് ഉണ്ടാവും. അത് വെച്ച് നമുക്ക് അവരുണ്ടാക്കിയ ഗ്രീഫ് അല്ലെ അതിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ആക്ച്വലി ദാറ്റ് ഗിവ്സ് അസ് എ ഷേപ്പ് ഫോർ അവർ ഗ്രീഫ് അല്ലെ. പക്ഷെ ഹാപ്പിനെസ്സിന് അങ്ങനെ ഒരു ഷേപ്പ് ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഹാസ് നോ സച്ച് ഷേപ്പ്, ഇറ്റ് ഈസ് ഫോംലെസ് ആൻഡ് ഫ്രീ എന്നാണ് പറയുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പൊ ഈ ഭാഗം മനസ്സിലായോ? ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു നോ വാട്ട് ടു ഡു വിത്ത് സോ മച്ച് ഹാപ്പിനെസ്. വിത്ത് സാഡ്നെസ് ദർ ഇസ് സംതിങ് ടു റബ് അഗെയിൻസ്റ്റ്, എ വൂണ്ട് ടു ടെൻഡ് വിത്ത് ലോഷൻ ആൻഡ് ക്ലോത്ത്. When the world falls in around you, you have pieces to pick up, something to hold on to your hands, like ticket stubs or change. Okay, right. അടുത്ത ലൈൻസിലോട്ട് പോവാം. ഫ്രം ലൈൻ 6 to 11. ഓക്കെ, സി ഇവിടെ പറയുന്ന എന്താണ്? ബട്ട് ഹാപ്പിനെസ് ഫ്ലോട്ട്സ്, ഇറ്റ് ഡസൻറ്റ് നീഡ് യു ടു ഹോൾഡ് ഇറ്റ് ഡൗൺ, ഇറ്റ് ഡസൻറ്റ് നീഡ് എനിത്തിങ് അല്ലെ. അപ്പൊ മുന്നേയുള്ള ലൈൻസിൽ പറഞ്ഞു സാഡ്നെസ് എങ്ങനെയാണുള്ളത് അല്ലെ, അതിനെ നമ്മൾ എങ്ങനെയാണ് ഓവർകം ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ഇനി ഹാപ്പിനെസിന്റെ കാര്യം പറയാണ്. ഹാപ്പിനെസ് ഫ്ലോട്ട്സ് എന്നാണ് പറയുന്നത്. ഹാപ്പിനെസ് ഇസ് വെയ്റ്റ്ലെസ് ആൻഡ് ഫ്രീ. ഓക്കെ, അപ്പൊ ഹാപ്പിനെസ് എന്ന് പറയുന്നത് വെയ്റ്റ്ലെസ് ആണ്, ഫ്രീ ആണ്. ഓക്കെ, അൺലൈക്ക് സാഡ്നെസ് ദാറ്റ് ഡിമാൻഡ്സ് അറ്റൻഷൻ, ഹാപ്പിനെസ് ഫ്ലോട്ട്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം സാഡ്നെസിന്റെ കാര്യത്തിൽ അത് എപ്പോഴും അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന ഒന്നാണ് അല്ലെ. സാഡ്നെസ്സിനെ അഡ്രസ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ അറ്റൻഷനോട് കൂടിയിരിക്കണം, ഇസ്ന്റ് ഇറ്റ്? പക്ഷെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇറ്റ് ഫ്ലോട്ട്സ്, ഇറ്റ് ഈസ് സെൽഫ് സഫിഷ്യന്റ് ആൻഡ് എക്സിസ്റ്റ് ഓൺ ഇറ്റ്സ് ഓൺ ടേംസ് എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് പറ്റുക? സി, തിങ്ക് ഓഫ് എ ബലൂൺ റിലീസ്ഡ് ഇൻ ടു ദ സ്കൈ. ഓക്കെ, സ്കൈയിലോട്ട് റിലീസ് ചെയ്യുന്ന ഒരു നൈട്രജൻ ബലൂണിനെ കുറിച്ചൊന്ന് ആലോചിച്ചേ അല്ലെ. നമ്മളത് പിടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല അല്ലെ. അതിന്റെ ആ ഒരു സ്ട്രിങ്ങിന്റെ അറ്റത്ത് നമ്മൾ പിടിക്കേണ്ട ആവശ്യമില്ല അല്ലെ. നമ്മളത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബലൂൺ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ഉയർന്നു പോകും അല്ലെ. ഇറ്റ് റൈസസ് ഓൺ ഇറ്റ്സ് ഓൺ. ഓക്കെ, അതുപോലെയാണ് ഹാപ്പിനെസ്. ഓക്കെ, യു കാൺ ഗ്രിപ്പ് ഇറ്റ് ഓർ കൺട്രോൾ ഇറ്റ്. ഓക്കെ, ഇറ്റ് റൈസസ് ഫ്രീലി വിത്ത് ഓർ വിതൗട്ട് യുവർ പെർമിഷൻ. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ പെർമിഷനോട് കൂടിയോ പെർമിഷൻ ഇല്ലാതെയോ അത് തന്നെത്താനങ്ങ് ഉയർന്നു പൊങ്ങി പൊയ്ക്കോളും. ഓക്കെ, അതിനെ നമ്മൾ കെയർ ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടുത്തെ മെയിൻ ലിറ്റററി ഡിവൈസ് ആയിട്ട് വരുന്നത് മെറ്റഫർ ആണ്. സോ ഹാപ്പിനെസ് ഇസ് കമ്പയർഡ് ടു സംതിങ് ദാറ്റ് ഫ്ലോട്ട്സ് അല്ലെ, ലൈറ്റ്, എയറി ആൻഡ് ബിയോണ്ട് അവർ കൺട്രോൾ. ഓക്കെ, ഹാപ്പിനെസ്സിന് ഫ്ലോട്ട് ചെയ്യുന്ന വളരെ ലൈറ്റ് ആയിട്ടുള്ള, എയറി ആയിട്ടുള്ള, നമ്മുടെ കൺട്രോളിൽ നിന്ന് അതീതമായിട്ടുള്ള ഒന്നായിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്തിട്ടുള്ളത്. സോ ഇത് ഒരു മെറ്റഫറിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് ലൈൻസ് 9 to 11 പോവാം. അവിടെ പറയുന്നത് എന്താണ്? ഹാപ്പിനെസ് ലാൻഡ്സ് ഓൺ ദ റൂഫ് ഓഫ് ദ നെക്സ്റ്റ് ഹൗസ്, സിംഗിങ് ആൻഡ് ഡിസപ്പിയേഴ്സ് വെൻ ഇറ്റ് വാണ്ട്സ് ടു. യു ആർ ഹാപ്പി ഈദർ വേ. ഓക്കെ, ഇപ്പൊ എന്താ പറയുന്നത്? ഹാപ്പിനെസ് മൂവ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ലൈക്ക് എ ബേർഡ് ദാറ്റ് പെർച്ചസ് ബ്രീഫ്ലി ആൻഡ് ഫ്ലൈസ് അവേ അല്ലെ. നിങ്ങൾ കാണാറുണ്ടല്ലോ, നിങ്ങളുടെ ലൈഫിലൊക്കെ നിങ്ങൾ കണ്ടു കാണും, പല പക്ഷികളും ഇങ്ങനെ പാറി പറന്നൊരു ഒരു മരത്തിന്റെ ചില്ലയിൽ വന്നിങ്ങനെ ഇരിക്കും അല്ലെ. എന്നിട്ടോ കുറച്ചു നേരം കഴിയുമ്പം അത് പറന്നു പോകും, ഇസ്ന്റ് ഇറ്റ്? അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ ഹാപ്പിനെസ്സും എന്നാണ് പറയുന്നത്. ഓക്കെ, ഹാപ്പിനെസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഒരു പക്ഷി എങ്ങനെയാണോ ഒരു മരച്ചിലയിൽ വന്നിരുന്ന് കുറച്ച് കഴിയുമ്പം പറന്നു പോകുന്നത്, അതുപോലെ മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഈവൻ വെൻ ഇറ്റ് ലീവ്സ് എ ക്വൈറ്റ് കണ്ടെന്റ്മെന്റ് സ്റ്റേസ് ഇൻസൈഡ് യു, യു റിമെയിൻ അറ്റ് പീസ് റിഗാർഡ്ലെസ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പം അത് പോയി കഴിഞ്ഞാലും അല്ലെ അതിന്റെ ആ ഒരു ഫീൽ, അത് നമുക്ക് അങ്ങനെ തന്നെ നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നാ പറയുന്നത്. ആ ഒരു ഹാപ്പിനെസ്, ഓക്കെ, അത് പോയി കഴിഞ്ഞാലും അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മളിൽ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. വി റിമെയിൻ അറ്റ് പീസ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സി, ഇത് നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാം? യു ഇമാജിൻ എ ജോയ്ഫുൾ മൂഡ് ദാറ്റ് ലിഫ്റ്റ്സ് യു ഇൻ ദ മോർണിംഗ്. ഓക്കെ, രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് വി ആർ വെരി ഹാപ്പി, എക്സൈറ്റഡ്. ഓക്കെ, പക്ഷെ ആഫ്റ്റർനൂൺ ഒക്കെ ആവുമ്പോഴേക്കും നമ്മൾ വളരെ ബിസി ആയിട്ടുള്ള ഒരു ഡേ ആണ് നമുക്ക് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ദാറ്റ് സ്പെസിഫിക് ഫീലിംഗ് മേ ഹാവ് പാസ്ഡ്
isn't it? പക്ഷേ ആ ഒരു മോർണിംഗ് നമുക്ക് കിട്ടിയ ആ ഒരു ഫീലിംഗ്, ആ ഒരു കണ്ടെന്റ്മെന്റ് അത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും എന്നാണ് പറയുന്നത്. Okay, that residue of happiness stays with you even after the peak feeling is gone എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഒരു ബേർഡിനെ പോലെ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യുന്ന എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ, ദെൻ കണ്ടെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ്റെ ഫീലിംഗ് ആണ്. ഓക്കെ, ഈദർ വേ എന്ന് പറയുമ്പോൾ ഇൻ ബോത്ത് സിറ്റുവേഷൻസ് നോ മാറ്റർ വാട്ട് എന്നുള്ളത്. ഇവിടെ നമുക്കൊരു പെർസോണിഫിക്കേഷൻ ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഹാപ്പിനെസ്സിന് ഒരു ഹ്യൂമൻ ലൈക്ക് ആയിട്ടുള്ള അല്ലെ, ബേർഡ് ലൈക്ക് ആയിട്ടുള്ള ക്വാളിറ്റീസ് കൊടുത്തിരിക്കുന്നു അല്ലെ. ഇറ്റ് ലാൻഡ്സ്, ഇറ്റ് സിങ്സ്, ഇറ്റ് ഡിസപ്പിയേഴ്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് ആക്ച്വലി ഹാപ്പിനെസ് ഒരു അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ് ആണ് അല്ലെ. അപ്പൊ അതിന് സിംഗിങ് പോലെയുള്ള, ഡിസപ്പിയറിങ് പോലെയുള്ള അത്തരത്തിലുള്ള ഹ്യൂമൻ ലൈക്ക് ക്വാളിറ്റീസ് കൊടുക്കുമ്പോൾ അവിടെ പെർസോണിഫിക്കേഷൻ ആണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, റൈറ്റ്. ഈ ഭാഗം ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോവാം. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഫ്രം ലൈൻസ് 12 to 14. ഓക്കെ, അപ്പൊ 12th ലൈനിൽ എന്താണ് പറയുന്നത്? സി, ഈവൻ ദ ഫാക്ട് that you once lived in a peaceful tree house and now live over a quarry of noise and dust cannot make you unhappy എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് ലൈക്ക് കോൺസെപ്റ്റ്സ് കാണാനായിട്ട് പറ്റും. ഒന്ന് ട്രീ ഹൗസ് ആണ്. ട്രീ ഹൗസ് എന്ന് പറയുന്നത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള, ഓക്കെ, ഇഡ്ലിക് പാസ്റ്റിനെ സിംബലൈസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ക്വൈറ്റ് സറൗണ്ടിങ്സ്, ലൈഫ് വിത്തൗട്ട് കെയോസ് അല്ലെ. ട്രീ ഹൗസ് എന്നൊക്കെ പറയുമ്പോൾ വളരെ സമാധാനപരമായിട്ടുള്ള അല്ലെ, അധികം ശബ്ദമൊന്നും ഇല്ലാത്ത പ്ലേസിൽ അല്ലെ, ഒരു വില്ലേജിലൊക്കെ ആയിട്ട് നമ്മൾ കെട്ടിപ്പടുക്കുന്ന അല്ലെ ആ ഒരു ട്രീ ഹൗസ്, അതിൽ നമുക്ക് വളരെ പീസ്ഫുൾ ആയിരിക്കും നമ്മൾ. ഓക്കെ, ഇനി ക്വാറി എന്ന് പറഞ്ഞാലോ, it is actually a symbol of a harsh, noisy, dusty present. Okay, വളരെ നോയ്സി ആയിട്ടുള്ള, ഹാർഷ് ആയിട്ടുള്ള, ഡസ്റ്റി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിനെ കാണിക്കാനായിട്ടാണ് ക്വാറി എന്നുള്ള സിമ്പിൾ വരുന്നത്. ലൈഫ് ഫുൾ ഓഫ് ഡിഫിക്കൽട്ടി ആൻഡ് കെയോസ്, അതിൻ്റെ ഒരു സിമ്പിൾ ആണ് ശരിക്കും ക്വാറി. ഓക്കെ, ലൈഫ് ഫുൾ ഓഫ് ഡിഫിക്കൽട്ടി ആൻഡ് പ്രോബ്ലംസ്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? സി, നമ്മുടെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിലും, ഡ്രാസ്റ്റിക്കലി നമ്മുടെ ലൈഫ് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ കൂടി, അതായത് ഫ്രം എ കാം ബ്യൂട്ടിഫുൾ പാസ്റ്റ് ടു എ നോയ്സി ഡസ്റ്റി ക്യോട്ടിക് പ്രസന്റ്. ഓക്കെ, വളരെ കാം ആയിട്ടുള്ള, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ലൈഫ് ഒരു നോയ്സി ആയിട്ടുള്ള, ഡസ്റ്റി ആയിട്ടുള്ള, പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പ്രസന്റിലോട്ട് മാറിക്കഴിഞ്ഞാലും ഹാപ്പിനെസ്സിന് എന്ത് സംഭവിക്കും? ട്രൂ ഹാപ്പിനെസ് റിമെയിൻ അൺഷേക്കൺ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ എക്സ്റ്റേണൽ സർക്യൂംസ്റ്റാൻസസിന് നമ്മുടെ ജെന്യുവിൻ ആയിട്ടുള്ള ഹാപ്പിനെസ്സിനെ ഒരിക്കലും ടച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ സറൗണ്ടിങ്സിനേക്കാൾ വളരെ വളരെ സ്ട്രോങ്ങർ ആണ് നമ്മുടെ ഇന്നർ പീസ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ആലോചിക്കുക. സി, ഒരു മനുഷ്യൻ ഒരു വില്ലേജിൽ, വളരെ ക്വൈറ്റ് ആയിട്ടുള്ള വില്ലേജിൽ ജീവിച്ചിരുന്നു. ഓക്കെ, പക്ഷെ ആളിപ്പം താമസിക്കുന്ന ഒരു ബിസി ആയിട്ടുള്ള, പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റിയിലാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ആൾക്ക് ഒരു ഇന്നർ പീസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഇന്നർ പീസ് ആൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്? വൺസ് ഹി വാസ് ലിവിങ് ഇൻ എ വെരി ലിവിങ് എ വെരി പീസ്ഫുൾ ലൈഫ് അല്ലെ. അപ്പൊ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഇന്നർ പീസ് ആളുടെ ഹാപ്പിനെസ് ജെന്യുവിൻ ആണെങ്കിൽ ആൾക്ക് നോയ്സി ആയിട്ടുള്ള പ്ലേസസിലോട്ട് പോകുമ്പോഴും കീപ്പ് അപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇവിടെ വരുന്ന ലിറ്റററി ഡിവൈസ് എന്ന് പറയുന്നത് കോൺട്രാസ്റ്റ് ആൻഡ് ഇമാജറി ആണ്. ഓക്കെ, കോൺട്രാസ്റ്റ് ആൻഡ് ഇമേജറി ആണ്. അപ്പൊ പീസ്ഫുൾ ട്രീ ഹൗസിനെ നോയ്സി ക്വാറി ആയിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു അല്ലെ. അത് ആക്ച്വലി ആ ഒരു ഐഡിയൽ ആയിട്ടുള്ള ആ ഒരു പാസ്റ്റ് അല്ലെ, വിവിഡ് ആയിട്ടുള്ള ഐഡിയൽ ആയിട്ടുള്ള ഒരു പാസ്റ്റിനെ ആ ഡിഫിക്കൾട്ട് ആയിട്ടുള്ള പ്രസന്റുമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്യുക ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ കോൺട്രാസ്റ്റ് എന്നുള്ള ലിറ്റററി ഡിവൈസ് വരുന്നത്. അതുപോലെ നമുക്ക് ട്രീ ഹൗസ് എന്ന് പറയുമ്പോഴും ക്വാറി എന്ന് പറയുമ്പോഴൊക്കെ വിവിഡ് ആയിട്ട് നമ്മുടെ മനസ്സിൽ അത് ഇമാജിൻ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അതുകൊണ്ടാണ് ഇതൊരു ഇമേജറി എന്നുള്ള രീതിക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ട്രൂ ഹാപ്പിനെസ് ഇസ് നോട്ട് കൺട്രോൾഡ് ബൈ എക്സ്റ്റേണൽ സർക്യൂംസ്റ്റാൻസസ് എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. Now let's move on to lines 15 to 20. Everything has a life of its own. It too could wake up filled with possibilities of coffee cake and ripe peaches and love, even the floor which needs to be swept, the soil linen and scratched records. Okay, see, ഇവിടെ എന്താണ് പറയുന്നത്? സാധാരണ ആളുകൾ പ്രോബ്ലംസ് ആയിട്ട് കാണുന്ന കാര്യങ്ങൾ, ന്യൂസെൻസസ് ആയിട്ട് കാണുന്ന കാര്യങ്ങൾ അല്ലെ, അവയൊക്കെ നിങ്ങൾക്കിപ്പം ഡീപ്പായിട്ടുള്ള ഹാപ്പിനെസ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ അവയൊക്കെ നിങ്ങൾക്ക് വളരെ
എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. Okay, so when you're truly happy, even ordinary and imperfect things seem to glow with life and possibility എന്നാണ് പറയുന്നത്. Okay, so you will start to love the world around you. Okay, അപ്പോൾ ആ വേൾഡിന്റെ ബ്യൂട്ടിഫുൾ പാർട്സ് മാത്രമല്ല, അതിന്റെ ആ ഫ്ലോഡ് ആയിട്ടുള്ള എവ്രിഡേ അൺഗ്ലാമറസ് ആയിട്ടുള്ള പാർട്സ് കൂടെ നിങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങും എന്നാണ് പറയുന്നത്. അത് ഒരു കേക്ക് ആയിക്കോട്ടെ, ഒരു ഫ്രൂട്ട് ആയിക്കോട്ടെ, ഒരു ഡേർട്ടി ഫ്ലോർ ആയിക്കോട്ടെ, അൺവാഷ്ഡ് ആയിട്ടുള്ള ഷീറ്റ്സ് ആയിക്കോട്ടെ, ഓൾഡ് സ്ക്രാച്ചി റെക്കോർഡ്സ് ആയിക്കോട്ടെ, all of these becomes lovable if you are happy, genuinely happy inside എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കോഫി കേക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള പ്ലഷർ അല്ലെങ്കിൽ വാംതിനെയാണ്. റൈപ്പ് പീച്ചസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വീറ്റ്നെസ് ഇൻ ഓർഡിനറി ലൈഫിനെയാണ്. അതുപോലെ ദ ഫ്ലോർ വിച്ച് നീഡ്സ് ടു ബി സ്വെപ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈവൻ ചോസ് ഫീൽ ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്കുകൾ പോലും നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് മാറും എന്നുള്ളതാണ്. ലൈക്ക് സ്ക്രാച്ച്ഡ് റെക്കോർഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇംപെർഫെക്റ്റ് തിങ്സ് ആർ ഓൾസോ ബീങ് ലവ്ഡ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ വളരെ ഓർഡിനറി ആയിട്ടുള്ള വളരെ നമ്മുടെ ലൈഫിൽ അത്ര ഇംപെർഫെക്റ്റ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നമുക്ക് ലവബിൾ ആയിട്ട് ഫീൽ ചെയ്യും ഇഫ് വി ആർ ജെന്യുവൻലി ലൈക്ക് ബെയറിങ് ഹാപ്പിനെസ് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റൈറ്റ്. സോ ഇവിടെ വരുന്ന ലിറ്റററി ഡിവൈസ് എന്ന് പറയുന്നത് എന്താണ്? ഇമേജറി ആണ്. ഓക്കെ, ദ ഇമേജസ് ഓഫ് കോഫി കേക്ക്, റൈപ്പ് പീച്ചസ് അല്ലെ, അതുപോലെ ഫ്ലോർ ദാറ്റ് നീഡ് ടു ബി സ്വെപ്റ്റ് അല്ലെ, അതുപോലെ സോയിൽഡ് ലിനൻ എന്ന് പറഞ്ഞാൽ ഡേർട്ടി ആയിട്ടുള്ള ക്ലോത്ത്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്ക്രാച്ച് റെക്കോർഡ്സ്, ഇതൊക്കെ ഡെലിബറേറ്റ്ലി ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. സോ ഇവിടെ ദ പോയറ്റ് ഇസ് ചൂസിങ് എവറിഡേ ഇംപെർഫെക്ഷൻ ഓവർ ഗ്ലാമർ. For what purpose? To show that real happiness embraces all of life. Okay, അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ജെനുവിൻലി ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് ഹാപ്പിനെസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഴ്സ് ആയിട്ട് മാറും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടും ഗ്ലോയിങ് വിത്ത് പോസിബിലിറ്റീസ് ആൻഡ് ലൈഫ് ആയിട്ടും തോന്നും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ലൈൻസ് 21 to 23. So since there is no place large enough to contain so much happiness, you shrug, you raise your hands, and it flows out of you into everything you touch എന്നുള്ളതാണ് പറയുന്നത് അല്ലേ. സോ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സോ ഇമ്മെൻസ് ദാറ്റ് യുവർ ബോഡി, യുവർ മൈൻഡ്, യുവർ ഹാർട്ട്, നൺ ഓഫ് ഇറ്റ് ഇസ് ബിഗ് ഇനഫ് ടു ഹോൾഡ് ഇറ്റ്. ഓക്കെ, സോ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അത്ര ഇനോമസ് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ ബോഡിക്കോ മൈൻഡിനോ ഹാർട്ടിനോ ഒന്നും തന്നെ അത് ഹോൾഡ് ചെയ്യാനായിട്ട്, കംപ്ലീറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. സോ വാട്ട് യു വിൽ ഡു? യു സിംപ്ലി സറണ്ടർ ടു ഇറ്റ് അല്ലെ. യു ജസ്റ്റ് സറണ്ടർ ടു ഇറ്റ്. You shrug your shoulders and raise your hands in a gesture of joyful helplessness and let it pour out of you into everything around you. അല്ലെ, നിങ്ങളുടെ വാക്കുകളിലൂടെ, നിങ്ങളുടെ ആക്ഷൻസിലൂടെ, നിങ്ങളുടെ ടച്ചിലൂടെ ഒക്കെ ആ ഹാപ്പിനെസ് പുറത്തോട്ട് ഒഴുകുന്നതിനായിട്ട് യു ഷ്രഗ് അല്ലെ, യു ഷ്രഗ്, യു റേസ് യുവർ ഹാൻഡ്സ് ആൻഡ് ഇറ്റ് ഫ്ലോസ് ഔട്ട് ഓഫ് യു. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും? സി, തിങ്ക് ഓഫ് എ പേഴ്സൺ ഹു ഹാസ് ജസ്റ്റ് റിസീവ്ഡ് എ വണ്ടർഫുൾ ന്യൂസ്. ഓക്കെ, ഒരു ഇന്റർവ്യൂ പാസ്സായിന്നോ, അല്ലെങ്കിൽ ഒരു ജോലി ഒക്കെ ആയിന്നോ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ന്യൂസ് ആൾ കേൾക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഒരു ചൈൽഡിന്റെ ബർത്തോ, അല്ലെങ്കിൽ ഒരു ലോങ് അവൈറ്റഡ് അച്ചീവ്മെന്റ്, അങ്ങനെ എന്തോ ഒന്ന്. ഓക്കെ, സോ ദേ കനോട്ട് കണ്ടെയ്ൻ ദെയർ ജോയ് അല്ലെ. അത്രയും ലൈക്ക് വലിയൊരു എനോമസ് ആയിട്ടുള്ള ഹാപ്പിനെസ് ആണ് ന്യൂസിലൂടെ ആളെ തേടി എത്തിയിരിക്കുന്നത് അല്ലെ. സോ ദേ ഹഗ് സ്ട്രേഞ്ചേഴ്സ് അല്ലെ, ലാഫ് വിതൗട്ട് റീസൺ ആൻഡ് സ്പ്രെഡ് വാം ടു എവ്രി വൺ ദേ മീറ്റ് അല്ലെ. അപ്പം ആ ഒരു ഹാപ്പിനെസ് അത് ഓവർഫ്ലോ ചെയ്യാണ് അയാളുടെ. Okay, it is too big to stay inside that particular person. Okay, അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. Okay, now let's move on to lines 24 to 27. You are not responsible. You take no credit as the night sky takes no credit for the moon, but continues to hold it and share it, and in that way be known. വെരി ബ്യൂട്ടിഫുൾ. സി, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നു നോക്കൂ. യു ഡിഡ് നോട്ട് ക്രിയേറ്റ് ദിസ് ഹാപ്പിനെസ് അല്ലെ. ഈ ഒരു ഹാപ്പിനെസ് ഒരിക്കലും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതല്ല, മറിച്ച് യു ആർ സിംപ്ലി ഇറ്റ്സ് വെസൽ, ഇറ്റ്സ് ക്യാരിയർ അല്ലെ. യു ആർ ജസ്റ്റ് എ ക്യാരിയർ or a vessel of this happiness. You don't create it. Okay, you hold it, you share it, and let it shine through you.
ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം പറയുന്നതിനായിട്ട് പോയിട്ട് ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്പാരിസൺ ആണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഷീ കമ്പയർസ് ദിസ് ടു ദ നൈറ്റ് സ്കൈ ആൻഡ് ദ മൂൺ. ഓക്കെ, അപ്പോൾ സ്കൈയുടെ കാര്യത്തിൽ ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് ദ മൂൺസ് ലൈറ്റ് അല്ലെ, യെറ്റ് ഇറ്റ് ഹോൾഡ്സ് ദ മൂൺ, ഡിസ്പ്ലേസ് ഇറ്റ് ടു ദ വേൾഡ് ആൻഡ് ബിക്കംസ് നോൺ ഓർ റെക്കഗ്നൈസ്ഡ് ആൻഡ് റിമെമ്പേർഡ് ബിക്കോസ് ഓഫ് ഇറ്റ് അല്ലെ. സി, മൂണിന്റെയും സ്കൈന്റെയും കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരിക്കലും സ്കൈ അല്ല മൂൺ ലൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ, പക്ഷെ ആ മൂൺ ലൈറ്റിലൂടെ ആണ് സ്കൈ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത്, റിമെമ്പർ ചെയ്യപ്പെടുന്നത് അല്ലെ. അപ്പം it is actually holding, displaying moonlight to the world അല്ലേ. So that is how you also become remembered എന്നുള്ള രീതിക്കാണ് പറയുന്നത്. Okay, in the same way, by simply carrying and sharing happiness, you become part of something greater and more lasting than yourself എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ആ സ്കൈനെ കാരിയർ ഓഫ് ഹാപ്പിനെസ് ആയും മൂണിനെ ഹാപ്പിനെസ് ആയും ആണ് ഇവിടെ കമ്പയർ ചെയ്തിട്ടുള്ളത്. സിമിലിയാണ് ഇവിടെ വരുന്ന ലിറ്റററി ഡിവൈസ് എന്ന് പറയുന്നത്. സിമിലി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ആസിന്റെ യൂസേജ് വന്നിട്ടുണ്ട് അല്ലെ. ആസ് ദ നൈറ്റ് സ്കൈ ടേക്സ് നോ ക്രെഡിറ്റ് ഫോർ ദ മൂൺ. അപ്പൊ ആസിന്റെയോ ലൈക്കിന്റെയോ യൂസേജ് വരുമ്പോഴാണ് അത് സിമിലി ആയിട്ട് മാറുന്നത്. സോ ഓവർ ഹിയർ ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ സിമിലി. ഓക്കെ, സോ പറഞ്ഞു നിർത്തുന്നത് എന്താണ്, ഒരിക്കലും വി ആർ നോട്ട് ക്രിയേറ്റിംഗ് ഹാപ്പിനെസ്. ഓക്കെ, വി ആർ ആക്ച്വലി acting as a vessel or a carrier of happiness. Okay, just like a night sky hold and display moon and becomes known, recognized and remembered by others because of this particular moonlight, we are also supposed to share the happiness to others so that we'll also be remembered in this world എന്നുള്ളതാണ് പറയുന്നത്. Okay, so as a conclusion we can say that don't try to hold happiness അല്ലേ. ഒരിക്കലും നമുക്ക് ഹാപ്പിനെസ് നമ്മളുടേത് മാത്രമാക്കി മാറ്റി വെക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, സോ ഡോണ്ട് ട്രൈ ടു ഹോൾഡ് ഹാപ്പിനെസ്, ഡോണ്ട് ട്രൈ ടു ഓൺ ഇറ്റ് ആൻഡ് ടു ടേക്ക് ക്രെഡിറ്റ് ഓഫ് ഇറ്റ്. ഓക്കെ, നമുക്ക് ഒരിക്കലും ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടേതാണ് എന്ന് പറയുന്ന രീതിക്ക് അല്ലെങ്കിൽ ക്രെഡിറ്റ് എടുക്കുന്ന രീതിക്ക് ഹാപ്പിനെസ്സിനെ കൺട്രോൾ ചെയ്യാതിരിക്കുക. ഓക്കെ, സിംപ്ലി ലെറ്റ് ഇറ്റ് ഫ്ലോ ത്രൂ യു. ഓക്കെ, ത്രൂ യുവർ ആക്ഷൻസ്, ത്രൂ യുവർ വേർഡ്സ്, സിംപ്ലി ലെറ്റ് ഇറ്റ് ഫ്ലോ ത്രൂ യു. And in doing so, you will touch the world and be remembered. Okay, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഹാപ്പിനെസ് ഫ്ലോട്ട്സ് ഫ്രീലി അല്ലേ. ബ്യൂട്ടി ലിവ്സ് ഇൻ ഓർഡിനറി തിങ്സ് ആൻഡ് വി ആർ ക്യാരിയേഴ്സ് ഓഫ് ഹാപ്പിനെസ്, നോട്ട് ക്രിയേറ്റേഴ്സ്. ഓക്കെ, സോ ഓൾവേസ് ട്രൈ ടു let flow your happiness through you towards others and be remembered always. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു പോമിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ഈ ഒരു പോം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു പോം റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിറ്റററി ഡിവൈസസും അതുപോലെ തന്നെ തീംസും ഡിസ്കസ് ചെയ്യാം വിത്ത് എ ഷോർട്ട് സമ്മറി ടു. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലോട്ട് പോകാം. സോ ഐ ഹോപ്പ് വാട്ട് എവർ വി ഹാവ് ഡിസ്കസ് ടുഡേ ഈസ് ക്ലിയർ ഫോർ യു. നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ബെനിഫിഷ്യൽ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയറിങ് ഈസ് ഓൾവേസ് കെയറിങ്. ആൻഡ് ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യന്റ് ലിസ്ണിംഗ്. ഹാപ്പി ലേണിംഗ്.